ഹായ് ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ? അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ അടുത്തുള്ളൊരു മോൾ വരെ പോവാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളും പിന്നെ മോളിലെ കുറച്ച് വിശേഷങ്ങളും ചേർന്നിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതെ നമ്മൾ റെഡിയായി താഴെ വന്നിട്ടുണ്ട്. ആക്ച്വലി ഇത് ശ്രീചേട്ടൻ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പേ ഉള്ള വീഡിയോ ആണ് കേട്ടോ. ഞാൻ 2-3 വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്നും പോസ്റ്റ് ചെയ്തില്ല. അപ്പോഴാണ് ഇലക്ഷൻ ഡ്യൂട്ടി വന്നത്. അപ്പോൾ ഞാൻ അതങ്ങ് പോസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതേ പോകുന്ന വഴിക്കാണ്. റോഡിൻ്റെ സൈഡിലൊക്കെ ഇപ്പോൾ ഫുള്ള് മൾബറി ചെടിയാണ്, അത് നിറയെ കായ പിടിച്ച് കിടക്കുകയാണ്. ആക്ച്വലി ആ സമയത്ത് ഇവിടെ 2-3 മഴയൊക്കെ പെയ്ത കാരണം ഈ പ്രാവശ്യം ഇതിനൊന്നും അത്ര മധുരം ഇല്ല കേട്ടോ. കഴിഞ്ഞ വർഷമൊക്കെ നല്ല മധുരമായിരുന്നേ, പക്ഷേ ഈ പ്രാവശ്യം അത്ര മധുരമില്ല മഴ പെയ്ത കാരണം. അങ്ങനെ അവിടെ ഇറങ്ങി നമ്മൾ കുറച്ച് മൾബറി കായൊക്കെ പറിച്ച് കഴിച്ചിട്ട് അങ്ങനെ നമ്മൾ അവിടുന്ന് വീണ്ടും പോവാണ്. അപ്പോൾ ഈ വർഷം എല്ലാവരും വിഷുവൊക്കെ ആഘോഷിച്ചോ? എല്ലാവരും നല്ല രീതിയിൽ വിഷുവൊക്കെ ആഘോഷിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ലേറ്റായെങ്കിലും എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ നമുക്ക് ഈ വർഷം വിഷു ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുന്നത്, നമ്മളിങ്ങനെ ഒരുമിച്ച് നിന്നിട്ട് ഏട്ടനിവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഡ്യൂട്ടി പ്രമാണിച്ചൊക്കെ പോയതാണല്ലോ, അത് കാരണം നമുക്കങ്ങനെ വിളിക്കാനുള്ളൊരു സൗകര്യമൊന്നുമില്ല. ബംഗാളിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടെ അങ്ങനെ റേഞ്ചും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. പിന്നെ ഡ്യൂട്ടി പർപ്പസിന് വേണ്ടി പോയതായതുകൊണ്ട് നമുക്കങ്ങനെ എപ്പോഴും വിളിക്കാനും പറ്റില്ലല്ലോ. അതുകൊണ്ടൊക്കെ പിന്നെ ഈ വർഷം ഞാൻ വിഷു ഒന്നും ഒരുക്കിയില്ല കേട്ടോ. അപ്പോൾ അതേ പറഞ്ഞ് നമ്മൾ മോളിൻ്റെ അടുത്ത് എത്തിയ ഈ കാണുന്നത് ആംബിയൻസ് മാളാണ് കേട്ടോ. ഇവിടെ 2-3 മാള് അടുത്തടുത്താണ്. ഇത് സെൻട്രൽ സ്ക്വയർ മാൾ എന്ന് പറയും, ഇത് അതാണ് കേട്ടോ. അപ്പം നമ്മളിന്ന് വന്നത് ഇതിലേക്കാണ്, സെൻട്രൽ സ്ക്വയർ മാളിലേക്കാണ് കേട്ടോ. ഇവിടെ വെളിയിലും ഇതേപോലെ വണ്ടി നമുക്ക് പാർക്കിങ്ങിനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. വെളിയിലായാലും പൈസ കൊടുക്കണം. അപ്പം നമ്മൾ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിലേക്ക് തന്നെ പോവാണ്. അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അണ്ടർഗ്രൗണ്ടിലോട്ട് എൻട്രി ആവുന്ന സമയത്താണ് കേട്ടോ ഇവിടെ ഫുള്ള് ഡിമാർട്ടിൻ്റെ ബോർഡിലേക്ക് നമ്മൾ കാണുന്നത്. ആക്ച്വലി ഈ അടുത്ത പ്രദേശത്ത് എങ്ങും ഒരു ഡിമാർട്ട് ഇല്ല കേട്ടോ. നമ്മൾ ആദ്യം ഇവിടെ വന്നപ്പോൾ അന്വേഷിച്ചത് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഡിമാർട്ട് ഉണ്ടോ എന്നായിരുന്നേ. അപ്പോൾ ഡിമാർട്ടിൻ്റെ ബോർഡ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ നമ്മൾ 30 രൂപ എൻട്രി ഫീസൊക്കെ കൊടുത്തു നമ്മൾ അകത്തേക്ക് പോയിട്ടോ പാർക്കിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോഴാണ് അറിയുന്നത് ഇവിടെ മോർ ഇതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അത് ഇടയ്ക്ക് വെച്ചിട്ട് അത് പൂട്ടിപ്പോയി കേട്ടോ. അപ്പോൾ അത് നിന്ന സ്ഥലത്ത് ഇപ്പോൾ ഡിമാർട്ട് വരുന്നു അത്രയും. അപ്പോൾ പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ, ഓപ്പൺ ആയിട്ടില്ല എന്ന് പറഞ്ഞു അവർ. അങ്ങനെ പിന്നെ ഞങ്ങൾ വന്നത് ഒരു ഞായറാഴ്ചയായിരുന്നു, പോരെങ്കിൽ ഈവനിങ് ടൈം ആയിരുന്നു കേട്ടോ. അവിടെ ഓൾറെഡി എൻട്രി ചെയ്തപ്പോൾ തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു അണ്ടർഗ്രൗണ്ടിൽ നിങ്ങൾക്ക് താഴേക്ക് പോകേണ്ടി വരും, കാരണം ഓൾറെഡി വണ്ടികൾ ഫുള്ള് നിറഞ്ഞു കിടക്കുകയാണെന്ന്. അങ്ങനെ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റീസ് നമ്മുടെ അടുത്ത് താഴോട്ട് പോകുമെന്ന് പറഞ്ഞ് നമ്മൾ പോയപ്പോൾ ഞാൻ അതാണിട്ട് ഇങ്ങനെ അന്തം വിട്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ പോകുമായിരുന്നു ഞാൻ. അങ്ങനെ ലാസ്റ്റ് ചെന്നപ്പോൾ ഇവിടെ കുറച്ച് സ്ഥലം മാത്രമാണ് കേട്ടോ, കുറച്ച് വണ്ടികൾ ഇടാനുള്ള സ്ഥലം മാത്രമാണ് അവിടെ കാലിയായി കിടക്കുന്നത്. ബാക്കി ഫുള്ള് നിറഞ്ഞു കിടക്കുകയാണ് കേട്ടോ. 2 വീലറിനും പാർക്കിംഗ് ഉണ്ട്, 4 വീലറിനും പാർക്കിംഗ് ഉണ്ട്. അവിടെ ഞാൻ വണ്ടി കൊണ്ടിട്ട സമയത്ത് എല്ലാം വലിയ വണ്ടിയാണ് കേട്ടോ, നമ്മുടെ വണ്ടി മാത്രമല്ല ഒരു കുഞ്ഞു വണ്ടി. അപ്പം ഞാൻ ആ വണ്ടി കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് കയറ്റിയിട്ട് തിരിച്ചിറങ്ങി വരുന്ന വഴിക്ക് വണ്ടി കാണണമല്ലോ നമുക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി ഞാൻ കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് കയറ്റിയിട്ടിട്ട് പിന്നെ ഇവിടുന്ന് ലിഫ്റ്റ് ഉണ്ട്, ലിഫ്റ്റ് വഴി നമുക്ക് മേളിൽ പോകാൻ പറ്റും കേട്ടോ. ആക്ച്വലി ഇതിനകത്ത് എല്ലാ ബ്രാൻഡഡ് കമ്പനീസും ഉണ്ട് കേട്ടോ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറയുന്ന പോലെ ഷൂ ഉണ്ട്, ബാഗ് ഉണ്ട്, തുണിത്തരങ്ങളുണ്ട്, ഹെയർ സ്റ്റൈലുണ്ട്, സ്പാ ഉണ്ട്, പിന്നെ നെയിൽ ആർട്ട് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ അതേ സഫാരി പോലുള്ള ബാഗൊക്കെയാണ്. പിന്നെ നമ്മുടെ ഡൽഹിയുടെ ഫേമസ് മീന ബസാർ, എൻ്റെ അമ്മ മീന ബസാറിൽ ഭയങ്കര തിരക്ക്. അവിടെ എന്തോ ഓഫർ നടക്കുന്നുണ്ട് അത്രേ. ഇത് ഉണ്ട്, അവിടെ കയറൊക്കെ കെട്ടിയിട്ട് ആൾക്കാർ വെളിയിൽ നിർത്തേക്കാണ് ക്യൂവിൽ. അകത്ത് നിൽക്കുന്ന ആൾക്കാർ വെളിയിൽ ഇറങ്ങിയിട്ട് വേണം അത്ര ഇവർ അകത്ത് കയറ്റാൻ വേണ്ടിയിട്ട്, അത്രയ്ക്ക് തിരക്കാണ് അവിടെ. ഇത് അതിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് കേട്ടോ. വെളിയിൽ പാർക്ക് ചെയ്തിട്ട് നമുക്ക് മെയിൻ എൻട്രൻസ് വഴിയും അകത്ത് വരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് മേലോട്ട് എസ്കലേറ്റർ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് മാക്സിലേക്കാണ്. അപ്പം മാക്സിൽ കയറിയിട്ട് അതിനകത്തുള്ള കുറച്ച് വീഡിയോസും പിന്നെ ലേഡീസിൻ്റെ കുറച്ച് ഔട്ട്ഫിറ്റും അതിൻ്റെ പ്രൈസും കൂടി ചേർത്തിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ അതേ എസ്കലേറ്റർ കയറി മേളിലേക്ക് പോവാണ്. ആക്ച്വലി നമ്മളിനി ഒന്നും വാങ്ങിയില്ലെങ്കിൽ കൂടി ഈ എസ്കലേറ്റർ കയറി മേളിൽ പോയിട്ട് അവിടെയൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ട് അടുത്ത വഴി കൂടെ എക്സലേറ്റർ ഇറങ്ങി താഴെ വരുമ്പോൾ തന്നെ മനസ്സിന് എന്തോ ഒരു സമാധാനം കേട്ടോ. വാങ്ങിക്കണം എന്നൊരു നിർബന്ധമില്ല ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ എന്താ പറയുക കറങ്ങി നടക്കത്തില്ലേ നമ്മൾ, അത് മതി. അങ്ങനെ ഞങ്ങൾ കറങ്ങി നടക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമ്മൾ മാക്സിലേക്ക് അങ്ങനെ എൻട്രി ചെയ്യാണ്. അപ്പം ആദ്യം അതേ മാക്സിൽ ഇതാണ് കേട്ടോ ഔട്ട്ഫിറ്റൊക്കെ ഇരിക്കുന്നത്, ലേഡീസിൻ്റെയും ജെൻസിൻ്റെയൊക്കെ. പിന്നെ ഇത് കണ്ടോ ടീഷർട്ടൊക്കെ 199 രൂപയ്ക്ക് 2 ടീഷർട്ട് ഇരിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് വീട്ടിൽ ഇടാൻ പറ്റുക. ഇത് ആൺകുട്ടികളുടെ ആണ് കേട്ടോ, ഇതും അതേ വിലയാണ്. അപ്പം ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസസിന് വേണ്ടിയിട്ട് നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. പിന്നെ ചപ്പൽ പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആക്സസറീസ്, ഇതെല്ലാം ഹെയർ ആക്സസറീസ് ആണ് കേട്ടോ. ഇതൊക്കെ 2-3 ഒക്കെ ഉണ്ട് ഒരെണ്ണത്തിൽ. 200 രൂപ 300 രൂപയൊക്കെയാണ്.
പിന്നെ ദേ നമ്മുടെ കമ്മല്, മാല, ഇതൊക്കെ ആക്ച്വലി വെസ്റ്റേൺ ഔട്ട്ഫിറ്റിലെ അതിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി മാച്ചിങ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ. 500 രൂപ 400 രൂപയൊക്കെയാണ്. പക്ഷേ സാധനം അടിപൊളിയാണ്. നല്ല ക്വാളിറ്റിയുള്ള സാധനമായിരിക്കും മാക്സിൽ. നമ്മൾ ഇതിന് മുമ്പും മാക്സിൽ നിന്ന് ഇതേപോലെ തുണികളും അതും ഇതൊക്കെ മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസ് ഇല്ല കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള തുണികൾ കിട്ടും നമുക്ക്. അപ്പോൾ ഇതെല്ലാം അങ്ങനെ ആക്സസറീസ് ആണ്. പിന്നെ നമ്മൾ എൻ്റെ മൂത്ത മോന് വേണ്ടിയിട്ടാണ് കേട്ടോ ആക്ച്വലി നമ്മളൊന്ന് മാക്സിലേക്ക് വന്നത്. അപ്പോൾ അവന് ഇങ്ങനെ ഹൂഡി ടൈപ്പൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. പക്ഷേ അവിടെ വന്നപ്പോൾ എന്താണെന്നറിയോ, ഇപ്പോൾ അവന് 16 വയസ്സുണ്ട് കേട്ടോ. അപ്പോൾ അവന് എന്താ പറയുന്നത്, കിഡ്സിൻ്റെ സെക്ഷനിലും കിട്ടൂല, എന്നാൽ ജെൻസിൻ്റെ സെക്ഷനിലുണ്ടോ അതുമില്ല. അപ്പോൾ ജെൻസിൻ്റെ സെക്ഷനിൽ സ്മാളാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ടീനേജിൻ്റെ അനുസരിച്ചിട്ടുള്ളതൊന്നും അവരുടെ മനസ്സിലുള്ള സംഭവങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ കുറേ നേരമൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ട് അവനൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ലേഡീസിൻ്റെ സെക്ഷനിലോട്ട് കയറി കേട്ടോ. നമ്മുടെ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു സെക്ഷനാണ് കേട്ടോ ലേഡീസ് സെക്ഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് കയറി കറങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ സമയം പോകുന്ന വഴിയേ നമുക്ക് മനസ്സിലായില്ല. അങ്ങനെ ആദ്യം എൻ്റെ കണ്ണി പിടിച്ചൊരു സാധനം ദേ പിസ്ത ഗ്രീൻ കളറിലെ ഈ ഷോർട്ട് ടോപ്പാണ് കേട്ടോ. ഇതിന് 799 രൂപയാണ്. നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്, നല്ല സാധനം കേട്ടോ. അപ്പോഴാണ് ശ്രീചേട്ടൻ എനിക്കത് ഈ ചെക്ക് കളറിലെ ഇതെടുത്ത് തരുന്നത്. ഇതിന് 999 രൂപയാണ്. ഇതെടുത്ത് എൻ്റെ കയ്യിലോട്ട് തന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് എന്താണെന്നറിയോ, പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് കേട്ടോ മീശ മാധവൻ സിനിമ ഇറങ്ങുന്നത്. അതിനകത്ത് കാവ്യ മാധവൻ്റെ ഔട്ട്ഫിറ്റ് ആ സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാനായിട്ടോ. എനിക്കുണ്ടായിരുന്നു ആ സമയത്ത് ഔട്ട്ഫിറ്റ്. ഇപ്പം എന്തേ ഇത് സിംഗിൾ പീസാണ് 999 രൂപയ്ക്ക്. ഇപ്പോൾ എലാസ്റ്റിക് ഒക്കെ വെച്ചിട്ട്. പിന്നെ ഇതേപോലെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് കൂടുതലും സ്ലീവ്ലെസ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് സ്ലീവ്ലെസ് ഇടാൻ താല്പര്യം ഇല്ലെങ്കിൽ നമുക്കൊരു ടൈ ഷ്രഗോ അല്ലെങ്കിൽ അകത്തൊരു അതിന് അനുസരിച്ചിട്ടുള്ള ഒരു ടീഷർട്ടൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ഔട്ട്ഫിറ്റ് ആക്കാം കേട്ടോ. ഈ നീലയ്ക്കും സെയിം റേറ്റാണ് 999 രൂപ. അങ്ങനെ അതൊക്കെ ഒന്ന് കണ്ടു. പിന്നെ അവിടെ കൂടുതലായിട്ടും ഇതേപോലെ ഷോർട്ട് ടോപ്പുകളാണ് കേട്ടോ കിടന്നത്. ഈ കിടക്കുന്ന എല്ലാം 999 രൂപയാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ഷോർട്ട് ടോപ്പുകളാണ് കിടക്കുന്നത്. ഷോർട്ട് ടോപ്പ് ആദ്യം പിന്നെ ഒരു മൾട്ടി കളർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ഔട്ട്ഫിറ്റ് മാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ മൾട്ടി കളർ ഇതാണ്. ഇതിന് 699 രൂപയാണ് കേട്ടോ. ആക്ച്വലി ഞാൻ അവിടെ പോയത് എനിക്ക് ഒരു ഡെനിമിൻ്റെ ഔട്ട്ഫിറ്റും കൂടി വേണമെന്നുണ്ടായിരുന്നു. ഡെനിമിൻ്റെ ഔട്ട്ഫിറ്റിനോട് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പോയത്. അപ്പം ഇതൊന്നും അപ്പം എൻ്റെ മനസ്സിലേക്ക് കയറിയില്ല. അത് കഴിഞ്ഞിട്ട് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിനും സെയിം 699 രൂപയാണ്. അങ്ങനെ അതൊക്കെ ഒന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഫുള്ള് ഗൗണിൻ്റെ സെക്ഷനാണ് കേട്ടോ. പിന്നെ അതൊന്നും ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് നോക്കാൻ പോയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടേക്ക് ഇങ്ങനെ നിന്നപ്പോൾ ശ്രീചേട്ടനോട് ഞാൻ പറയാമായിരുന്നു എനിക്ക് ഡെനിം വേണമെന്ന്. പിന്നെ ഇത് കണ്ട ഇത് ശ്രീചേട്ടൻ്റെ ടീഷർട്ടിനോട് മാച്ചാവുമെന്ന് ഞാൻ പറയായിരുന്നു കേട്ടോ. ഇതിന് 449 രൂപയാണ്. അവിടെ കിടക്കുന്ന ഷോർട്ട് ടോപ്പ് ഫുള്ളും അത് 449 രൂപയുടെ സെക്ഷനാണ് കേട്ടോ. അപ്പോഴാണ് ശ്രീചേട്ടൻ എനിക്കൊരു പലാസോ പാൻ്റ് എടുത്ത് തരുന്നത്. ഇതിന് 699 രൂപയാണ് കേട്ടോ. നല്ല അടിപൊളി കോട്ടൺ ആണ്. നല്ല പാവാട, നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ. പാവാട പോലെ കിടക്കുന്നുണ്ട്. 699 രൂപയാണ് കേട്ടോ. പിന്നെ എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ലാഞ്ഞുകൊണ്ട് ഞാനതൊന്നും എടുത്തില്ല. ഇത് ഫുള്ള് സിംഗിൾ പീസ് സെറ്റാണ് കേട്ടോ. 999 രൂപയ്ക്ക് കിടക്കുന്നത്. അങ്ങനെ ഇതൊക്കെ ഒന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ കുറച്ച് ഔട്ട്ഫിറ്റ് വേറെയും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ സിംഗിൾ പീസ് സെറ്റാണ്. ഇതിന് 1199 രൂപ. ഇത് പിങ്ക് കളറിലെ ഇതങ്ങനെ ഒന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇതേ അപ്പുറത്ത് ഒരു വൈറ്റ് കളറിൽ കിടക്കുന്നുണ്ട്. ആക്ച്വലി ഇത് വിഷുവിന് ഇത് ആദ്യം കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് അങ്ങനെ കേട്ടോ വന്നത്. വിഷുവിനൊക്കെ പറ്റിയ ഔട്ട്ഫിറ്റ് പോലെ. ഇത് 3 പീസ് സെറ്റാണ് കേട്ടോ. ഇതിന് 1499 രൂപയാണ്. അതിൻ്റെ ആ വീനക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി സെറ്റായിരുന്നു കേട്ടോ. അപ്പം ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഔട്ട്ഫിറ്റ് ഇഷ്ടമുള്ളവർക്ക് നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതും സെയിം റേറ്റാണ് 1499 രൂപയാണ് കേട്ടോ. ഇതൊക്കെ 3 പീസ് സെറ്റാണ്. പിന്നെ ഈ ഔട്ട്ഫിറ്റ് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ കളറ് പറയാൻ എനിക്കറിയില്ല. ഇത് ഗോൾഡും അല്ല സിൽവറും അല്ലാത്തൊരു കളർ കേട്ടോ. ഇതിന് 999 രൂപയാണ്. സിംഗിൾ പീസാണ് കേട്ടോ. പക്ഷെ നല്ല ഔട്ട്ഫിറ്റാണ്. ഇതിന് ഇതേപോലെ ആ 3 പീസ് സെറ്റ് കണ്ട് 1499 രൂപയ്ക്ക് കണ്ട് ആ 3 പീസ് സെറ്റൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ഇവിടെ ട്രെൻഡിങ്ങിൽ കൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടോ വന്നിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ ഇപ്പോൾ ഇത് വെളിയിലിറങ്ങുന്നുണ്ടെങ്കിൽ ഇതിപ്പം ഇവിടെ ഓരോ സംഭവം നമ്മൾ വെളിയിലിറങ്ങുമ്പോൾ ട്രെൻഡിങ്ങിൽ ഏതാണോ കാണുന്നതെന്ന് വെച്ചാൽ നമുക്കത് അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ മാക്സിൻ തന്നെയാണ്. താഴെ ഒരു ഫ്ലോറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക്. അപ്പം അങ്ങനെ ഡെനിമിൻ്റെ സ്കർട്ടാണിത്. 999 രൂപയാണ് കേട്ടോ. ഇത് പക്ഷേ നല്ല അടിപൊളി സ്കർട്ടാണ്. എനിക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷേ അതിൻ്റെ ആ കട്ടിങ്ങിന് എന്തോ ഒരിത്, അതായത് കുഞ്ഞു കുട്ടികൾ സ്കേർട്ട് ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു ഫീലാണ് കേട്ടോ എനിക്കത് കണ്ടപ്പം തോന്നിയത്. അതുകൊണ്ട് ഞാനത് എടുത്തില്ല.
പിന്നെ ആ ബ്ലൂ കളറിലെ ഷർട്ട് അതിന് 999 രൂപയാണ് കേട്ടോ. പിന്നെ ഈ വൈറ്റ് കളറിലെ ഷർട്ട് ഇതിന് 899 രൂപയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം മാക്സിൽ പോയപ്പം എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ, വലിയ സെലക്ഷൻ ഉണ്ടെന്ന് എനിക്കങ്ങോട്ട് തോന്നിയില്ല കേട്ടോ. ഷോർട്ട് ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് കുറച്ചും കൂടിയൊക്കെ ഔട്ട്ഫിറ്റ് ആഡ് ഓൺ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത്ര വലിയൊരു സെലക്ഷൻ എനിക്കങ്ങോട്ട് തോന്നിയില്ല. ഷോർട്ട് ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ലാണ്ട് ഇപ്പോഴത്തെ ടീനേജ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സെലക്ഷനോ അല്ലെങ്കിൽ ഡെനിമിൻ്റെ സെലക്ഷനോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതിനും 999 രൂപയാണ് കേട്ടോ. ഇതും നല്ലതാണ്, സംഭവം നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. 999 രൂപയ്ക്ക് കൊള്ളാം. പിന്നെ ഈ കിടക്കുന്ന ബ്ലാക്ക് കണ്ടോ, പിന്നെ എനിക്കതാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്, ബ്ലാക്ക്. ഇതിൻ്റെ കൂടെ ഒരു കളറും കൂടി ഉണ്ട്, ഒരു ചോക്ലേറ്റ് കളറും കൂടി ഉണ്ട് കേട്ടോ. ഇത് പക്ഷേ നല്ല അടിപൊളിയായിരിക്കും, ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല എടുപ്പായിരിക്കും കേട്ടോ. 1299 രൂപയാണ് കേട്ടോ. പക്ഷേ വയറൊന്നും ചാടി കിടക്കുന്ന ആൾക്കാർക്ക് ഇത് കൊള്ളില്ല, അത് വാസ്തവമാണ് കേട്ടോ. അല്ലാണ്ടൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ, നല്ല എടുപ്പായിരിക്കും. ഭയങ്കര ഇഷ്ടപ്പെട്ടത്, പക്ഷെ ഞാൻ മേടിച്ചില്ല കേട്ടോ. വയറ് ചാടി കിടക്കുന്ന കാരണം നമുക്കൊന്നും അത് ചേരില്ല, അതാണ് ഞാൻ അതൊക്കെ അവിടെ വെച്ചിട്ട് വന്നു. പിന്നെ ഇതിനും 1299 രൂപയാണ് കേട്ടോ. ഇതും കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. പിന്നെ ഞാൻ ഈ ഡെനിം നോക്കി നടന്നതുകൊണ്ട് പിന്നെ ഇതൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ സ്ട്രേറ്റ് ഇതിനകത്തൊന്ന് കുറേ സാധനം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നോട് എടുക്കാൻ വേണ്ടി പറയുകയും ചെയ്തു. പക്ഷേ ഞാൻ ഡെനിമിൻ്റെ പുറകിലായതുകൊണ്ട് എനിക്കിതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാനതൊന്നും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ശ്രീചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ 2 എടുത്തിട്ടുണ്ടെങ്കിൽ ഓഫർ നടക്കുന്നുണ്ട്, നീ അതിൽ നോക്കാൻ. അപ്പോൾ പിന്നെ അതിലൊന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് പോയത്. അപ്പോൾ ഇത് 2 എടുത്തിട്ടുണ്ടെങ്കിൽ 399 രൂപയാണ് ഈ സൈഡിൽ ഇരിക്കുന്നത്. അതിനകത്ത് കുറച്ച് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ തന്നെ അപ്പുറത്തെ സൈഡിൽ 2 എടുത്തിട്ടുണ്ടെങ്കിൽ 249 രൂപയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് എടുത്ത് കാണിക്കാം. ഇതിനകത്ത് ഞാൻ ഓൾറെഡി ഒരു ബ്ലാക്ക്, എനിക്കാണെങ്കിൽ ബ്ലാക്ക് ടീഷർട്ട് ഇല്ല കേട്ടോ. അപ്പം ഞാൻ ഇന്നോട്ടേ വിചാരിക്കുന്ന ഒരു ബ്ലാക്ക് ടീഷർട്ട് വാങ്ങണം എന്നുള്ളത്. അപ്പം ഈ ബ്ലാക്ക് കളറിലെ ടീഷർട്ട്, ഇതിനകത്ത് വേറെ പ്രിൻറ്റും കാര്യങ്ങളും ഒന്നുമില്ല, ആകെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിൽ 2 എടുക്കുവാണെങ്കിലാണ് 249 രൂപയ്ക്ക് കിട്ടുള്ളൂ കേട്ടോ. 2 എടുക്കണം. അപ്പം ഞാൻ വിചാരിച്ചു നോർമൽ ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാനോ അല്ലെങ്കിൽ വീട്ടിലിടാനോ ഒക്കെ ആയിട്ട് നമുക്ക് ഇത് മതിയല്ലോ. അപ്പം അത് 2 എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ സച്ചുമോന് വേണ്ടിയിട്ട് 2 ടീഷർട്ടും ഞാനും 2 ടീഷർട്ട് മേടിച്ചു കേട്ടോ. അതാണ് അവിടുന്ന് മാക്സിൽ നമ്മൾ മേടിച്ചത്. അവന് മേടിച്ച ടീഷർട്ട് എന്തോ ഗോജോയുടെ പടമൊക്കെ ഉള്ളതാണ് കേട്ടോ അവൻ വാങ്ങിയത്. അത് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്തേക്കാം ഇതിൻ്റെ കൂടെ. അപ്പം ഇത് ഫുള്ള് 249 രൂപയുടെ ടീഷർട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിൽ നിന്ന് 2 കൂടി എടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.